ലോസ് ഏഞ്ചലസ് വീണ്ടും കത്തുന്നു. ട്രംപ് അധികാരം ഉറപ്പിച്ചതിന് ശേഷം ഈ നഗരം രണ്ടാം തവണയാണ് കത്തുന്നത്. ആദ്യം കത്തിയത് പ്രകൃതി മൂലമാണെങ്കിൽ ഇപ്പോൾ കത്തുന്നത് ട്രംപിന്റെ ഭരണമാറ്റങ്ങൾ മൂലമാണ്. വലിയ രീതിയിലുള്ള കലാപത്തിലേക്കാണ് ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും അതുപോലെ റൈറ്റ്സിനുമുള്ള കാരണം? കൂടുതൽ അറിയാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ലോസ് ഏഞ്ചലസ് സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിലാണ്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് അനധികൃത കുടിയേറ്റക്കാർ ഉള്ള ഒരു ഇടമാണ് ലോസ് ഏഞ്ചലസ്. കൂടുതലായിട്ടും ലാറ്റിൻ അമേരിക്കൻസ് ആണ് അവിടെ താമസിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻസ് എന്ന് പറയുന്നത് മെക്സിക്കോ, അതുപോലെ സ്പെയിൻ, സൗത്ത് അമേരിക്ക, പെറു, വെനിസില, പോർച്ചുഗീസ്, ഇവരെല്ലാം ലാറ്റിൻ അമേരിക്കൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവരെല്ലാം US താമസിക്കുന്നവരാണെങ്കിൽ അവരെല്ലാം എമിഗ്രൻസ് ആണ്. ഇങ്ങനെ ലാറ്റിൻ അമേരിക്കൻസ് താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാലിഫോർണിയ എന്ന് പറയുന്നത്. ഇങ്ങനെ കുടിയേറിയ ലാറ്റിൻ അമേരിക്കൻസ് കുറച്ച് കഴിയുമ്പോൾ അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കി എടുക്കും. കല്യാണം കഴിച്ചും അവിടെ കൂടുന്നതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെ അവിടുത്തെ ആളുകളായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കൂടുന്നവർ ബന്ധുക്കളെ എല്ലാം കൊണ്ടുവരും, എന്നിട്ട് അവിടെ അങ്ങ് തുടരും. അങ്ങനെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് കുറേ അധികം വിഭാഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ മെക്സിക്കൻസ് ആണ് അവിടെ ഉള്ളത്. പിന്നീട് ഈ അടുത്താണല്ലോ ബോർഡർ സെക്യൂരിറ്റി സ്ട്രിക്റ്റ് ആക്കിയതുമെല്ലാം. അതുവരെ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ എല്ലാവരും അമേരിക്കയിൽ കുടിയേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരവിടെ ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ പ്ലംബിങ്, പെയിന്റിങ്, റൂഫിങ്, ഹോം ഇലക്ട്രിക് മെക്കാനിക് ജോലികൾ, ഇതെല്ലാം ചെയ്യുന്നവരാണ് ഈ ഇല്ലീഗൽ എമിഗ്രൻസ്. അങ്ങനെയാണ് അവരവിടെ ജീവിച്ചു പോകുന്നതെല്ലാം. കാലിഫോർണിയ പോലുള്ള പ്രദേശത്ത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോ അവരുടെ വീടുകളുടെ ഈ മെയിൻ്റെനൻസ് ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരം ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെയാണ് സമീപിക്കുന്നത്. ഇപ്പം ഇത്തരം കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഗവൺമെന്റ് എടുക്കുന്ന ഈ നീക്കത്തിനുള്ള ഒരു പ്രധാന കാരണം ഗവൺമെന്റിനുണ്ടാകുന്ന വൻ നഷ്ടമാണ്. അതാണ് അവർ പറയുന്ന ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, അവിടെയുള്ള സിറ്റിസണ്, അതായത് അവിടെയുള്ള പൗരന്മാർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നത് പോലെ തന്നെ, അതായത് നമ്മുടെ നാട്ടിലിപ്പോ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ചെയ്തിരുന്ന ജോലികൾ പണ്ട് ആരായിരുന്നു ചെയ്തത്? നമ്മൾ മലയാളികൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എല്ലാ ജോലികളും ഇന്ന് എത്ര മലയാളികൾ ഇപ്പം ചെയ്യുന്നുണ്ട്? വളരെ വിരളമാണ്. ഇപ്പൊ തെങ്ങ് കയറാനാണെങ്കിലും ഞാറ് നടാനാണെങ്കിലും എന്ത് പണിയെടുക്കാനാണെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് കേരളത്തിൽ ഇതെല്ലാം ചെയ്യുന്നത്. ക്രമാതീതമായിട്ട് അവരുടെ എണ്ണം വർദ്ധിക്കുകയും അവരുടെ ഒരു സ്ഥലമായിട്ട് നമ്മുടെ കൊച്ചു കേരളം മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് തന്നെയാണ് അമേരിക്കയിലും നടക്കുന്നത്. ഇതിനെതിരെയാണ് ട്രംപിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. ട്രംപിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തന്നെ എന്തായിരുന്നു? കുടിയേറ്റക്കാരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതാണ്. അതുകൊണ്ട് കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് വരെ ട്രംപ് അടങ്ങില്ല എന്നുള്ളത് വാസ്തവമാണ്. മറ്റൊന്ന്, ഹൈബ്രിഡ് ഡ്രഗ്സിന്റെ വർധനവും ഈ ഇല്ലീഗൽ എമിഗ്രൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാമാണ് ട്രംപ് അവകാശപ്പെടുന്ന പ്രധാന കാരണങ്ങൾ. ഇതൊരു സത്യമായിട്ടുള്ള വാദവും കൂടിയാണ്. ഇവിടെ പ്രശ്നം എന്തെന്നാൽ ഇത്തരം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനൊപ്പം ആർക്കും ഈ ശല്യം ഒന്നും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുറെ സാധാരണക്കാരായിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസും ഉണ്ട്. അവർക്കും ഇത് ബാധകമാവുകയാണ് ചെയ്യുന്നത്. അവരുടെ കിടപ്പാടവും കഞ്ഞുകുടിയും ഇതിലൂടെ നഷ്ടമാകുന്നു. ട്രംപിന്റെ ഉദ്ദേശം അമേരിക്കൻസിന് നിലനിൽപ്പാണ്. അമേരിക്കൻ പൗരന്മാർക്ക് വേണ്ട ജോലികളും സൗകര്യങ്ങളും അമേരിക്കയിൽ തന്നെ ഒരുക്കുക. അതിന് ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ ഒഴിവാക്കുക തന്നെയാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം, കാലിഫോർണിയ സിറ്റി ഭരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ ട്രംപിനെതിരായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ഇലക്ഷനിലാണ് ട്രംപിന് കാര്യമായ വോട്ട് കാലിഫോർണിയയിൽ നിന്നും കിട്ടുന്നത്. അതിനുള്ളൊരു കാരണം എന്താണ്? കാലിഫോർണിയയിലുള്ള അവിടുത്തുകാരായിട്ടുള്ള ജനങ്ങളുടെ ഡിമാൻഡ് ആയിരുന്നു അവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല, അവർക്ക് അവിടെ ഒരു സ്ഥിര വരുമാനം വേണം എന്നുള്ളത്. ഈ കൂടുതലായും ഈ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, അതായത് ഇല്ലീഗൽ എമിഗ്രൻസിന് അവിടെയുള്ള പൗരന്മാരെക്കാളും കുറഞ്ഞ വേതനം നൽകിയാൽ മതി. സ്വാഭാവികമായിട്ടും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരെ മതി അവിടെയുള്ള ഈ ഷോപ്പ് ഓണേഴ്സിനും. ഇത് തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം മതി. അതിനാലാണല്ലോ അവരെ എല്ലായിടത്തും പണിക്ക് വിളിക്കുന്നതുമെല്ലാം. അതുപോലെ കാലിഫോർണിയയിലെ ഇല്ലീഗൽ എമിഗ്രൻസിന് കുറഞ്ഞ വേതനം കൊണ്ട് ജോലി ചെയ്യുന്നതിനാൽ അവർക്കാണ് അവിടെ കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ കൂടുതൽ കൺസിഡറേഷൻ നൽകുന്നത്.
അത് അവിടെയുള്ള അമേരിക്കൻ പൗരന്മാർക്ക് ജോലി ലഭിക്കുന്നതിന് വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. ഈ കാരണമായിരുന്നു അവിടെയുള്ള കാലിഫോർണിയക്കാരുടെ ഡിമാൻഡ്. ഇലീഗൽ എമിഗ്രൻസിനെ തുരത്തുമെന്നുള്ള ഉറപ്പിന് പുറത്താണ് കാലിഫോർണിയയിൽ നിന്നും ട്രംപിന്, എന്നുവെച്ചാൽ കാലിഫോർണിയയിലെ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്, അവിടെയുള്ള വോട്ടുകൾ ട്രംപിന് ഇത്രത്തോളം ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളത് ട്രംപിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഇതിലൂടെ ട്രംപ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ശരി എന്നൊന്നുമല്ല അർത്ഥം വെക്കുന്നത്. പിന്നെ കാലിഫോർണിയ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇപ്പൊ കാലിഫോർണിയയിൽ നടക്കുന്ന പ്രതിഷേധം ഇത്രയും കത്തിക്കുന്നത് വേറെ ആരുമല്ല, ട്രംപ് തന്നെയാണ്. പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അമേരിക്കയിൽ ആദ്യമായിട്ടൊന്നുമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇത്രയും ഇത് ആളി കത്തിക്കുന്നത് ട്രംപിന്റെ ഒരു ആവശ്യമാണ്, ട്രംപ് തന്നെയാണ്. ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടും അവിടെ മരണമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ലോകശ്രദ്ധ നേടുക എന്നുള്ളത് ട്രംപിന്റെ ഒരു ആവശ്യമായിട്ട് മാറി. അതിന് കാരണം അമേരിക്കയിൽ എല്ലായിടത്തും ഇതുപോലെ അനധികൃത കുടിയേറ്റക്കാരുണ്ട്. അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശം. ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ ആദ്യം തുടങ്ങി വെച്ച പണി എന്തായിരുന്നു? ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് ട്രംപിന്റെ അജണ്ടയും. പക്ഷേ ട്രംപിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് നിലനിൽക്കുകയാണ് ജനങ്ങളിൽ നിന്നും. അതായത് ഇപ്പം നമുക്കറിയാം, ട്രംപ് മസ്ക് ഇഷ്യൂ വളരെ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ട്രംപിന്റെ പുതിയ ബില്ലായിട്ടുള്ള വൺ ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. എല്ലാം ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ എതിർപ്പ് അവിടെ വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് ആളിക്കത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഇപ്പൊ കാലിഫോർണിയ ഇഷ്യൂ കൂടി നടക്കുന്നത്. ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുകയും ട്രംപിനെതിരെ ജനങ്ങൾ തിരിയുകയുമാണ് ചെയ്യുന്നത്. ഇനി എന്താകും കാലിഫോർണിയയിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ട്രംപിന്റെ അടുത്ത നീക്കം എന്താകും എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിഞ്ഞു കാണേണ്ടത്.